ഹലോ, ഇതാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്ന എംബ്രോയ്ഡറി ഡിസൈൻ. ആദ്യം ഞാനൊരു സർക്കിൾ വരച്ചു, അതിനകത്തൊരു ചെറിയ സർക്കിളും അതുപോലെ തന്നെ സ്റ്റെമ്മും. ഇനി നമുക്ക് ഈ ഡിസൈൻ തുണിയിലോട്ട് കോപ്പി ചെയ്യാം. ഞാനിത് സ്കെച്ച് പെൻ വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്, അതുകൊണ്ട് നല്ലപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. വാട്ടർ കളർ പെൻസിൽ വെച്ചിട്ടാണ് ഞാനിത് വരയ്ക്കുന്നത്. ആദ്യമേ സ്റ്റെം പോർഷൻ എംബ്രോയ്ഡറി ചെയ്യാം. അതിനായി ഞാൻ 6 സ്ട്രാൻഡ്സ് ത്രെഡാണ് എടുത്തേക്കുന്നത്. ഏറ്റവും അറ്റത്ത് നിന്ന് ചെയ്തു തുടങ്ങാം. വി ഷേപ്പിലാണ് ഞാൻ സ്റ്റെം ചെയ്യുന്നത്. അടുത്ത ആ ഒരു ബ്രാഞ്ചിൻ്റെ ടിപ്പിലോട്ട് നമ്മൾ ത്രെഡ് ഇറക്കുക. എന്നിട്ട് ഇതിന് രണ്ടിനും നടുവിലേക്ക് കുത്തി നീഡിൽ വലിക്കുക. ഇപ്പോൾ ഇതൊരു വി ഷേപ്പ് ആയിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ അടുത്ത ബ്രാഞ്ചിൻ്റെ ടിപ്പിലോട്ട് നീഡിൽ ഇറക്കുക. എന്നിട്ട് അതിന് രണ്ടിനും നടുവിലൂടെ നീഡിൽ കോർത്ത് വലിക്കുക. ഇതുപോലെ വി ഷേപ്പിൽ നമുക്ക് സ്റ്റെം ചെയ്യാം. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യാം. അതിനായി 10 സ്ട്രാൻഡ്സ് നൂലാണ് എടുത്തേക്കുന്നത്. ഈ മിഡിൽ സർക്കിളിൽ ഞാൻ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ നീഡിലേൽ 2 തവണ നൂല് ചുറ്റുക. എന്നിട്ട് കോർത്തെടുത്തതിനടുത്ത് തന്നെ കുത്തി ഇറക്കുക. അപ്പോൾ നമ്മൾ ഈ ചുറ്റിയത് ഇതുപോലെ വലിച്ചു പിടിച്ച് വേണം നമ്മുടെ ഈ സൂചി അതിലൂടെ ഇറക്കി വിടാൻ. എന്നാൽ അത് നല്ല ടൈറ്റായിട്ട് നല്ലൊരു നോട്ടായിട്ട് ഇരിക്കത്തുള്ളൂ. ഈ നടുക്കത്തെ സർക്കിളിനകം മുഴുവനും ഫ്രഞ്ച് നോട്ട് ചെയ്യണം. ഓരോ നോട്ടും അടുപ്പിച്ചടുപ്പിച്ച് വേണം ചെയ്യാനായിട്ട്. സ്പേസ് ഇടാതെ വേണം ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട്.
നമ്മൾ ചെയ്തേക്കുന്ന ഈ സ്റ്റെമ്മിൻ്റെ അറ്റത്തുകൂടിയും ഓരോ ഫ്രഞ്ച് നോട്ട് വീതം ചെയ്യാം. ഇനി പുറത്തെ സർക്കിൾ ചെയ്യാനായിട്ട് 10 സ്റ്റാൻഡ്സ് നൂലെടുക്കാം. ഈ സർക്കിൾ ഇനി നമ്മൾ 5 ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്താണ് നമ്മൾ ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഒരു വശത്തു നിന്നും വീവ് ചെയ്ത് തുടങ്ങാം. സൂചിയുടെ മറുവശം വെച്ചിട്ട് വേണം വീവ് ചെയ്യാനായിട്ട്. ആദ്യം താഴെ ഭാഗത്തൂടെ കോർക്കുക, എന്നിട്ട് അടുത്തതിൻ്റെ മുകളിലൂടെ പോയി അടുത്തതിൻ്റെ താഴത്തൂടെ കോർക്കുക. വീണ്ടും മുകളിലൂടെ കോർക്കുക, അടുത്തത് താഴെ കൂടെ കോർക്കുക. ഇങ്ങനെ നമുക്ക് ഇതിന് ചുറ്റും വീവ് ചെയ്ത് കൊടുക്കാം.